ഓക്കെ, നാർസോ 50 എന്ന് വിചാരിക്കരുത്, റിയൽമി 50 ആണ്. ഓക്കെ, അപ്പോൾ അതാണ്ട് നമ്മൾ പയ്യ ബാക്ക് പാനൽ ഇളക്കാണ്. സൈഡ് മൗണ്ടൈനാണ് ഫിംഗർ പ്രിൻറ്റ്, അത് നൈസിനോട് ഇളക്കിയിട്ടുണ്ട്. പക്ഷേ ഈ റിയൽമിയിൽ പൊതുവേ എനിക്ക് ഇതിൻ്റെ ഇൻസൈഡ് ഇളക്കുമ്പോൾ ഉള്ള ക്വാളിറ്റി എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിതിന് മുമ്പ് ഒരു മോഡൽ ഇളക്കിയിട്ടുണ്ടായിരുന്നു, ഒരു 11 Pro. അത് ഇളക്കിയപ്പോൾ ഒന്നും പറയണ്ട, അതിൻ്റെ അത് ബാറ്ററിയുടെ അടിഭാഗത്തൊക്കെ ഇച്ചിരി പീസൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഇത് കണ്ടോ, ഇവിടെ ഉണ്ടോ ആ പെയിൻറ്റ് അവിടെ പിടിച്ചിരിക്കുകയാണ്. കാരണം അവിടെ ഒരു ഗമ്മ്, ക്യാമറ ചുറ്റിലൊരു ഗമ്മുണ്ട്, അതിനകത്തുണ്ട്, അതുകൊണ്ടോ. ഇതാണ് ഞാൻ ഇളക്കുന്നതിന് മുമ്പേ പറഞ്ഞത്, ഇവരുടെ ആ ഒരു എനിക്കൊരു ഇൻസൈഡ് ക്വാളിറ്റി എനിക്ക് അത്ര താല്പര്യമില്ല. കണ്ടോ, അതൊക്കെ അവിടെ താണ്ട് ആ സ്റ്റിക്കറിൽ പിടിച്ച് അങ്ങനെ പോയി. ഇതൊരു ജസ്റ്റ് പെയിൻ്റാണ്, അപ്പോൾ അത് അങ്ങനെ അകത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതുപോലെ സെറ്റ് ചെയ്യുക, കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വൃത്തികേടാവും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് പണിയേണ്ടി വരും. ഇത് മിക്കവാറും അതിന് വരും, ഇത് നമുക്കറിയാവുന്ന ഒരു കസ്റ്റമറാണ്. ഓക്കെ മച്ചാനെ, അപ്പോൾ അതാ നമ്മൾ ബാക്ക് പാനലിളക്കി മാറ്റിയിട്ടുണ്ട്. നല്ലൊരു ബാക്ക് പാനലാണ്. അടുത്ത് നമ്മളിവിടെ മുകളിൽ അതാണ്ട് സ്ക്രൂ എല്ലാം ഇളക്കാൻ പോവാണ്. ഇവിടെ കണ്ടോ ഈ ഫിംഗർ പ്രിൻറ്റ് ജസ്റ്റ് ഒന്നൊരു സ്ട്രിപ്പ് നീളത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുക. ചില മൊബൈലിലൊക്കെ ആകുമ്പോൾ റെഡ്മിയൊക്കെ ഇളക്കാൻ നേരത്ത് അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നല്ല ലോക്കൊക്കെ ചെയ്ത് ക്ലിയറായിട്ട്